എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ലായനികളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോല്യൂബിലിറ്റി അല്ലെങ്കിൽ ലേയത്വം വരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു കേട്ടോ. ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ വീഡിയോ കാണുക. കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഭാഗവും മനസ്സിലാക്കി കണ്ടാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻസുകളൊക്കെ പല രൂപത്തിൽ വരാൻ നിങ്ങൾ കഴിഞ്ഞ എക്സാമിന് കണ്ടതാണ്. അപ്പം ടെക്സ്റ്റ് ബുക്കിൽ ഓരോരോ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യഥാർത്ഥ ലായനി അല്ലെങ്കിൽ എന്താണ് ട്രൂ സൊല്യൂഷൻ, അതുപോലെ തന്നെ സസ്പെൻഷൻ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടി അവിടെ നോക്കുക, ഒരു ബീക്കർ എടുത്തിട്ടുണ്ട്. ഈ ബീക്കറിലേക്ക് ഷുഗറും വാട്ടറും കൂടെ ആഡ് ചെയ്തു. വെള്ളം എടുത്തു, അതിലേക്ക് പിന്നെ കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് നല്ലോണം ലയിപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഷുഗർ സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷൻ്റെ നോക്കിയാൽ ഷുഗറിൻ്റെ പാർട്ടിക്കിൾസ് നമുക്കിവിടെ കാണാൻ സാധിക്കുമോ? നിങ്ങളൊക്കെ ചെയ്ത് നോക്കുന്ന കാര്യങ്ങൾ തന്നെയാണല്ലേ, വീട്ടിൽ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. വെള്ളം എടുക്കുക, അതിലേക്ക് ഷുഗർ ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഷുഗർ സൊല്യൂഷനായി അല്ലേ. ആ ഷുഗർ സൊല്യൂഷൻ്റെ അകത്ത് അതിൻ്റെ പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ കണങ്ങളെ കാണാൻ സാധിക്കുമോ? ഇല്ല. ഇവിടെ കണങ്ങളെ അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. മനസ്സിലായല്ലോ? ഇതിന് ഞാൻ ഒന്നാമത്തെ ബീക്കറായിട്ട് കൺസിഡർ ചെയ്തു. ദെൻ രണ്ടാമത്തെ കേസിൽ നമ്മൾ പറയുകയാണ്, ഇതുപോലെ തന്നെ ഒരു ബീക്കർ എടുത്തു. ഈ ബീക്കറിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തു, അതിലേക്ക് കുറച്ച് ചോക്ക് പൊടി ആഡ് ചെയ്തു. ചോക്ക് പൊടി ആഡ് ചെയ്തിട്ട് ഇളക്കി കഴിയുമ്പോൾ നമുക്കറിയാം എന്താണ്, ചോക്ക് പൊടി ലയിക്കോ? ഇല്ല. ചോക്ക് പൊടി അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതിനെ കുറച്ച് സമയം നമ്മൾ അനക്കാതെ വെച്ചു കേട്ടോ. അനക്കാതെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ആ ചോക്ക് പൊടി അവിടെ അടിയിൽ അടിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പം ഇത് ഒന്നാമത്തെ ബീക്കറും ഇത് ഞാൻ രണ്ടാമത്തെ ബീക്കറുമായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ ബീക്കറിൽ ഷുഗർ സൊല്യൂഷനാണ്. അവിടെ എന്താണ്, കണികകളെ എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നില്ല അല്ലേ, നോട്ട് വിസിബിൾ എന്ന് പറയാം. പാർട്ടിക്കിൾസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതേസമയം രണ്ടാമത്തെ ബീക്കറിൽ എങ്ങനെയാണ്, പാർട്ടിക്കിൾസിനെ നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? ഇനി ഇതേ എക്സ്പെരിമെന്റിൽ തന്നെ നമ്മൾ ആദ്യത്തെ ബീക്കർ ആയിരുന്നു ഷുഗർ സൊല്യൂഷൻ എടുത്ത ബീക്കർ ആയിരുന്നു. രണ്ടാമത്തെ ബീക്കർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് ചോക്ക് പൊടിയും വാട്ടറും കൂടെ മിക്സ് ചെയ്ത ആ സൊല്യൂഷൻ. അപ്പോൾ ഇതിന് രണ്ടിലേക്കും എന്താണ്, നമ്മൾ ടോർച്ച് ലൈറ്റ്, സൈഡിൽ ടോർച്ച് ലൈറ്റ് നമ്മൾ തെളിക്കുവാണ്. അപ്പോൾ നോക്കിയാൽ ഷുഗർ സൊല്യൂഷൻ്റെ കേസ് എങ്ങനെയാണ്, ഇവിടെ പാത്തൊന്നും കാണാൻ സാധിക്കുന്നില്ല. ആ ടോർച്ച് ലൈറ്റിൻ്റെ പാത്തൊന്നും കാണാൻ സാധിക്കുന്നില്ല. അതേസമയം ഈ മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് ചോക്ക് പൗഡർ കലർത്തിയ ആ ബീക്കറിൽ എങ്ങനെയാണ്, ഇതുകൊണ്ടല്ലേ ലൈറ്റിൻ്റെ പാത്ത് നമുക്ക് കാണാൻ സാധിക്കും, വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആദ്യത്തെ ഷുഗർ സൊല്യൂഷൻ്റെ അകത്ത് നമുക്കറിയാം പാർട്ടിക്കിൾസിനെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അതിൻ്റെ പാത്ത് നമുക്കിവിടെ വിസിബിൾ അല്ല. ലൈറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ പാത്ത് നമുക്കവിടെ വിസിബിൾ അല്ല എന്ന് മനസ്സിലായി. രണ്ടാമത്തെ കേസിൽ, അതായത് ചോക്ക് പൗഡർ മിക്സ് ചെയ്ത കേസിൽ ഇങ്ങനെയാണ് പാർട്ടിക്കിൾസിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ്, ലൈറ്റ് അടിച്ച് കഴിയുമ്പോൾ ആ ടോർച്ച് ലൈറ്റിൻ്റെ പാത്ത് നമുക്കവിടെ കാണാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? ഇനി ഈ രണ്ട് സൊല്യൂഷൻ നമ്മൾ ഒരു ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ചിട്ട് അരിക്കുവാണ് കേട്ടോ. ഷുഗർ സൊല്യൂഷനെ നമ്മൾ ഒരു ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ചിട്ട് അരിക്കുവാണ്. അതുപോലെ തന്നെ ഈ ചോക്ക് പൗഡർ ചേർന്ന് മിക്സ് ചെയ്ത് നമ്മൾ അരിക്കുവാണ്. അപ്പോൾ ഇത് നോക്കിയേ, ഇവിടെ കണങ്ങളെ വേർതിരിച്ചറിയാൻ സാധിക്കുമോ? ഷുഗർ സൊല്യൂഷൻ്റെ കേസിൽ കണങ്ങളെ വേർതിരിച്ചറിയാൻ സാധിക്കുമോ? ഇല്ല. നോ എന്ന് പറയാം അല്ലേ. ഷുഗർ സൊല്യൂഷൻ്റെ കേസിൽ നമുക്ക് സൊല്യൂഷൻ ആയത് കാരണം എന്താണ്, എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ലയിച്ച് ചേർന്നു. അവിടെ നമുക്ക് പാർട്ടിക്കിൾസിനെ വേർതിരിക്കാൻ സാധിക്കുന്നില്ല. അതേസമയം ചോക്ക് പൗഡറും വാട്ടറും കൂടെ ചേർന്ന് ആ മിശ്രിതം നമ്മൾ ഇങ്ങനെ അരിക്കുവാണെന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറും, ചോക്ക് പൗഡർ അവിടെ ആ ഫിൽറ്റർ പേപ്പറിൽ അടിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ പറഞ്ഞ്? അപ്പം ഈ ആദ്യത്തെ കേസിൽ, അതായത് ഷുഗർ സൊല്യൂഷൻ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത്, അതിവിടെ ഈ മിശ്രിതം അല്ലെങ്കിൽ ഈ സൊല്യൂഷൻ്റെ അകത്ത് എങ്ങനെയാണ്, ഘടകങ്ങളുണ്ടല്ലോ, വാട്ടറിൻ്റെ ഘടകങ്ങളുണ്ട്, അതുപോലെ തന്നെ ഷുഗറും ഉണ്ട്. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം എങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് ലയിച്ച് ചേർന്നിരിക്കുന്നത്. അതായത് ഒരേ അനുപാതത്തിലാണ് അവിടെ ലയിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ പഞ്ചസാര ലായനിയിൽ എങ്ങനെയാണ് ഘടകങ്ങൾ എല്ലാ ഭാഗത്തും ഒരേ അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നത്. അങ്ങനെ ഒരേ അനുപാതത്തിൽ ചേർന്നിരിക്കുന്നതിന് നമ്മളൊരു പേര് പറയും. എന്താണ്? ഹോമോജീനിയസ് അല്ലേ, നമ്മൾ പഠിച്ചതാണ്. ഹോമോജീനിയസ് അല്ലെങ്കിൽ എങ്ങനെയാണ്, ഏകാത്മക മിശ്രിതം എന്ന് പറയാം. ഏകാത്മക മിശ്രിതം നമ്മൾ പഠിച്ചതാണ്, ആദ്യത്തെ കേസിൽ പഠിച്ചതാണ്, ആദ്യത്തെ സെക്ഷൻ പഠിച്ചതാണ്. അപ്പോൾ ഷുഗർ സൊല്യൂഷൻ്റെ അകത്ത് എങ്ങനെയാണ്, മിശ്രിതങ്ങൾ എങ്ങനെയാണ് എല്ലാ ഭാഗത്തും ഒരേ അനുപാതത്തിൽ ലയിച്ചു ചേർന്നു. അതായത് ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ്. അതുകൊണ്ട് തന്നെ ഷുഗർ സൊല്യൂഷനെ നമുക്ക് എന്ത് പറയാം, ഒരു ട്രൂ സൊല്യൂഷൻ എന്ന് പറയാം. ട്രൂ സൊല്യൂഷൻ അല്ലെങ്കിൽ എന്താണ്, യഥാർത്ഥ ലായനി എന്ന് പറയാം. യഥാർത്ഥ ലായനി. മനസ്സിലായോ? ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഷുഗർ സൊല്യൂഷൻ്റെ അകത്ത് പഞ്ചസാര ലായനിക്ക് അതെങ്ങനെയാണ്, ഘടകങ്ങൾ എല്ലാ ഭാഗത്തും ഒരേ അനുപാതത്തിലാണ് ലയിച്ച് ചേർന്നിരിക്കുന്നത്.
അല്ല, അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു ഏകാത്മക മിശ്രിതമാണ് അല്ലെങ്കിൽ ഹോമോജീനിയസ് മിക്സ്ഡാണെന്ന് നമുക്ക് പറയാം, മിക്സ്ഡാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു യഥാർത്ഥ ലായനി അല്ലെങ്കിൽ ട്രൂ സൊല്യൂഷൻ ആണ്. ക്ലിയർ ആയല്ലോ? ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ലയിച്ചിരിക്കും, അല്ലേ? ഒരുപോലെ ലയിച്ചിരിക്കും. പിന്നെ ഇങ്ങനെയാണ് പാർട്ടിക്കിൾസ് അവിടെ അടിയുന്നുണ്ടോ? കണികകൾ അടിയുന്നില്ല. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ പ്രകാശത്തിൻ്റെ പാത അവിടെ വിസിബിൾ ആണോ? അല്ല. അപ്പം അങ്ങനെയുള്ള സൊല്യൂഷനെ നമുക്ക് എന്ത് പറയാം? ട്രൂ സൊല്യൂഷൻ അല്ലെങ്കിൽ എന്താണ്, യഥാർത്ഥ ലായനി എന്ന് പറയാം. ഇനി ഇവിടെ നോക്കിയേ, മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് ചോക്ക് പൗഡർ, ചോക്ക് പൊടിയും വെള്ളവും കലർന്ന മിശ്രിതം. ഇവിടെ എങ്ങനെയാണ്, ഘടകങ്ങൾ ഒരേ അനുപാതത്തിലാണോ ലയിച്ച് ചേർന്നിരിക്കുന്നത്? അല്ല, ഇവിടെ ഘടകങ്ങൾ ഒരേ അനുപാതത്തിലല്ല ലയിച്ച് ചേർന്നിരിക്കുന്നത്. അങ്ങനെ അതാണ്, എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലല്ല എങ്കിൽ ആ മിശ്രിതത്തെ നമ്മൾ എന്ത് പറയും? ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറയും കേട്ടോ. ഹെറ്ററോജീനിയസ് മിക്സ്ചർ എന്ന് പറയും. ഹെട്രോജീനിയസ് മിക്സ്ചർ അല്ലെങ്കിൽ എന്താണ്, ഭിന്നാത്മക മിശ്രിതം എന്ന് പറയും കേട്ടോ. ഭിന്നാത്മക മിശ്രിതം എന്ന് പറയും. ക്ലിയർ ആയല്ലോ? അപ്പം ഒരു സൊല്യൂഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഘടകങ്ങൾ ഒരേ അനുപാതത്തിലല്ല ചേർന്നിരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഹെട്രോജീനിയസ് മിക്സ്ചർ അല്ലെങ്കിൽ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതെന്താണ്? അപ്പോൾ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഭിന്നാത്മക മിശ്രിതമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നതാണ് സസ്പെൻഷൻ എന്ന് പറയും കേട്ടോ. സസ്പെൻഷൻ. മനസ്സിലായോ സസ്പെൻഷൻ എന്താണെന്നുള്ളത്? അപ്പോൾ എന്താണ് സസ്പെൻഷൻ്റെ കേസിൽ എന്താണ് വരുന്നത്? അവിടെ ഭിന്നാത്മക മിശ്രിതമായിരിക്കും, ഒരേ അനുപാതത്തിലല്ല ലയിക്കുന്നത്. അതിനെ നമുക്ക് അരിച്ചെടുക്കാൻ സാധിക്കും, ഇല്ലേ? ഇവിടെ അരിച്ചെടുക്കാൻ സാധിച്ചില്ലേ? അരിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എങ്ങനെയാണ്, പ്രകാശത്തിൻ്റെ പാത അവിടെ വിസിബിളായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പം ഹോമോജീനിയസ് മിക്സ്ചറും ഹെട്രോജീനിയസ് മിക്സ്ചറും. ഹോമോജീനിയസ് മിക്സ്ചർ ആണെങ്കിൽ അതെന്താണ്, അതൊരു ട്രൂ സൊല്യൂഷനാണ്. ക്ലിയർ ആയല്ലോ? ട്രൂ സൊല്യൂഷനാണ്. അതിനെ നമുക്ക് വേർതിരിക്കാൻ കഴിയില്ല, എല്ലാ ഭാഗത്തും ഒരേ അനുപാതത്തിലായിരിക്കും ഘടകങ്ങളുള്ളത്. ഹെട്രോജീനിയസ് മിക്സ്ചർ ആണെങ്കിൽ എങ്ങനെയാണ്, നമുക്കതിനെ വേർതിരിച്ചെടുക്കാൻ സാധിക്കും. പ്രകാശത്തിൻ്റെ പാത നമുക്ക് വിസിബിളായിട്ട് കാണാൻ സാധിക്കും. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാ ഭാഗത്തിലും വ്യത്യസ്ത അനുപാതത്തിലായിരിക്കും ഘടകങ്ങൾ അവിടെ ചേർന്നിരിക്കുന്നത്. ക്ലിയർ ആയാലും ഇപ്പോൾ എക്സാമ്പിൾ വേറൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ ചെളിവെള്ളം ഒക്കെ ഉണ്ടല്ലോ, ചെളിവെള്ളം, അപ്പോൾ അല്ലെ പെയിൻ്റ് ഒക്കെ ഉണ്ടല്ലോ, പെയിൻറ്റ് എന്താണ്, പിന്നെ ഈ ഓയിലും വാട്ടറും ഒക്കെ ചേർന്ന് ഇതൊക്കെ എന്താണ്, ഹെട്രോജീനിയസ് മിക്സ്ഡാണ് അല്ലെങ്കിൽ അതെന്താണ്, സസ്പെൻഷനാണ്. ക്ലിയർ ആയല്ലോ? സസ്പെൻഷൻ എന്താണെന്നും അതുപോലെ തന്നെ ട്രൂ സൊല്യൂഷൻ അല്ലെങ്കിൽ യഥാർത്ഥ ലായനി എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാ നോക്കുക, ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ദി മിക്സ്ചർ ഓഫ് ഷുഗർ ആൻഡ് വാട്ടർ ഈസ് എ ട്രൂ സൊല്യൂഷൻ. അതിന് കാരണം എന്താണ്, സിൻസ് ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഇറ്റ് ഹാസ് എ യൂണിഫോം കോമ്പോസിഷൻ ത്രൂ ഔട്ട് ദ മിക്സ്ചർ. ദ മിക്സ്ചർ ഓഫ് ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ ഈസ് നോൺ ആസ് എ സസ്പെൻഷൻ. അതെന്താണ്, സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു ഭിന്നാത്മക മിശ്രിതം അല്ലെങ്കിൽ എന്താണ്, ഒരു ഹെട്രോജീനിയസ് സൊല്യൂഷനാണ്. ക്ലിയർ ആയല്ലോ? വെള്ളവും പഞ്ചസാരയും ചേർന്ന് മിശ്രിതം എന്താണ്, ഒരു യഥാർത്ഥ ലായനിയാണ്, ട്രൂ സൊല്യൂഷനാണ്. അവിടെ എങ്ങനെയാണ്, ഏകാത്മക മിശ്രിതമായതിനാൽ ഘടകങ്ങൾ എല്ലാ ഭാഗത്തും എങ്ങനെയാണ്, ഒരേ അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നത്. ചോക്കുപൊടി വെള്ളത്തിൽ കലർത്തിയ മിശ്രിതം എന്താണ്, സസ്പെൻഷനാണ്. എന്താണ്, അത് ഭിന്നാത്മക മിശ്രിതമായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പം ഭിന്നാത്മക മിശ്രിതം അല്ലെങ്കിൽ എന്താണ്, ഹെട്രോജീനിയസ് സൊല്യൂഷൻ അല്ലെങ്കിൽ എന്താണ്, സസ്പെൻഷൻ എന്താണെന്ന് ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ്, ഇഫ് ദ കമ്പോണൻസ് ഇൻ എ മിക്സ്ചർ ആർ നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി ഇറ്റ് ഈസ് നോൺ ആസ് എ ഹെട്രോജീനിയസ് മിക്സ്ചർ. ക്ലിയർ ആയല്ലോ? ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലല്ല ചേർന്നിരിക്കുന്നതെങ്കിൽ അവയെ നമുക്ക് എന്ത് പറയാം, ഭിന്നാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ്, ചോക്ക് പൗഡർ ചേർന്ന മിശ്രിതം എന്താണ്, ഹെട്രോജീനിയസ് ആണ് അല്ലെങ്കിൽ എന്താണ്, അതിനെ നമുക്ക് എന്ത് പറയാം, സസ്പെൻഷൻ എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? എക്സാമ്പിൾസ് നോക്കിയാൽ മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് ചോക്ക് പൗഡർ, മഡി വാട്ടർ, പെയിൻറ്റ്, അതുപോലെ തന്നെ മിക്സ്ചർ ഓഫ് ഓയിൽ ആൻഡ് വാട്ടർ, ആയുർവേദ ഡിക്കോക്ഷൻ. അതൊക്കെ എന്താണ്, അതായത് ചോക്ക് പൊടിയും ജലവും ചേർന്നതും, ചെളിവെള്ളം, സിമെൻറ്റിൻ്റെ, അതുപോലെ തന്നെ പെയിൻറ്റ് കൂട്ട്, സിമെൻറ്റ് ചേർന്നുണ്ടല്ലോ, പെയിൻറ്റ് കൂട്ട്, അതുപോലെ തന്നെ ആയുർവേദ കഷായമൊക്കെ എന്തിന് എക്സാമ്പിളാണ്, സസ്പെൻഷൻ എക്സാമ്പിളാണ്. ക്ലിയർ ആയല്ലോ? സസ്പെൻഷൻ എന്താണെന്നുള്ളത്, അതായത് മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലല്ല എങ്കിൽ അതെന്താണ്, ഹെട്രോജീനിയസ് മിക്സ്ചറാണ്. അപ്പോൾ അങ്ങനെയുള്ള മിശ്രിതങ്ങളെ നമുക്ക് എന്ത് പറയാം, സസ്പെൻഷൻസ് എന്ന് പറയാം. അതിനെ നമുക്ക് അരിച്ചെടുക്കാൻ സാധിക്കും. പ്രകാശത്തിൻ്റെ പാത വിസിബിൾ ആണ്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാ ഭാഗത്തും ഒരേ അനുപാതത്തിലല്ല അവ ചേർന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ സസ്പെൻഷൻ എന്താണെന്നുള്ളത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെളിവെള്ളം ഒരു സസ്പെൻഷനാണെന്ന് പറഞ്ഞു അല്ലേ, നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, മഡി വാട്ടർ ഒരു സസ്പെൻഷനാണ്. അതിൻ്റെ പ്രത്യേകത എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണെങ്കിൽ സസ്പെൻഷനാണെന്ന് പറയാൻ കാരണം അവിടെ എന്താണ്, പാർട്ടിക്കിൾസ് വിസിബിൾ ആണ്, ഇല്ലേ? പാർട്ടിക്കിൾസ് വിസിബിൾ ആണ്. അപ്പോൾ ഒരു സൊല്യൂഷൻ എന്താണ്, സസ്പെൻഷനാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവ എന്തൊക്കെ സവിശേഷതകൾ ഉണ്ടായിരിക്കും, അവിടെ പാർട്ടിക്കിൾസ് വിസിബിൾ ആയിരിക്കും. കണികൾ എങ്ങനെയാണ്, ദൃശ്യമാണ്.
പിന്നെ എങ്ങനെയാണ് പാർട്ടിക്കിൾസ് ക്യാൻ ബി സെപ്പറേറ്റഡ്, കണികളെ എങ്ങനെയാണ് വേർതിരിക്കാൻ കഴിയും. ക്ലിയർ ആയല്ലോ. പാർട്ടിക്കിൾസ് ഡു നോട്ട് ഡിസോൾവ്, കണികൾ അവിടെ അലിഞ്ഞു പോകുന്നില്ല. പിന്നെ നമുക്ക് പറയാം പാത്ത് ഓഫ് ദി ലൈറ്റ് ഈസ് വിസിബിൾ എന്ന് പറയാം. പാത്ത് ഓഫ് ലൈറ്റ് വിസിബിൾ, അതും കൂടെ വേണമെങ്കിൽ പറയാം കേട്ടോ. പാത്ത് ഓഫ് ലൈറ്റ് വിസിബിൾ എന്ന് പറയാം. അതായത് പ്രകാശപാത ദൃശ്യമാണ് അല്ലേ. പാത്ത് ഓഫ് ലൈറ്റ് വിസിബിൾ, പ്രകാശത്തിൻ്റെ പാത അവിടെ വിസിബിൾ ആയിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സവിശേഷതകൾ ഉണ്ടെങ്കിൽ എന്താണ് അത് സസ്പെൻഷനാണ്. അപ്പോൾ ചെളിവെള്ളം സസ്പെൻഷൻ എന്ന് പറയാൻ കാരണം എന്താണ്, പാർട്ടിക്കിൾസ് വിസിബിൾ ആണ്, അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും, വേർതിരിച്ചെടുക്കാൻ സാധിക്കും, അതൊരിക്കലും ഡിസോൾവ് ചെയ്യുന്നില്ല. അപ്പോൾ തന്നെ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ആ പ്രകാശത്തിൻ്റെ പാത നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ട്രൂ സൊല്യൂഷനും അതുപോലെ തന്നെ എന്താണ് സസ്പെൻഷൻ, യഥാർത്ഥ ലായനിയും സസ്പെൻഷനും. ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കേസിൽ ട്രൂ സൊല്യൂഷനും സസ്പെൻഷൻ്റെ ഒക്കെ പ്രത്യേകതകൾ നമുക്കൊന്ന് പട്ടികപ്പെടുത്താം, സവിശേഷതകൾ. നോക്കുക, ഫിൽറ്ററിങ് യൂസിങ് എ ഫിൽറ്റർ പേപ്പർ, ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ചിട്ട് അരിക്കുവാണ്. അങ്ങനെയാണ് ട്രൂ സൊല്യൂഷൻ്റെ കേസിൽ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ചിട്ട് അരിക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് പാർട്ടിക്കിൾസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ, ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയുന്നില്ല. അതേസമയം സസ്പെൻഷൻ ആണെങ്കിൽ ഇങ്ങനെയാണ് പാർട്ടിക്കിൾസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ, ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയുന്നു. ക്ലിയർ ആയല്ലോ. ഇനി നോക്കുക, പാസിംഗ് ആൻ ഇന്റൻസ് ബീം ഓഫ് ലൈറ്റ്, ശക്തമായ പ്രകാശ ബീം കടത്തി വിടുവാന്ന് വിചാരിച്ചു. അപ്പൊ ട്രൂ സൊല്യൂഷൻ അങ്ങനെയാണ് പാത്ത് ഓഫ് ലൈറ്റ് ബീം ഈസ് നോട്ട് വിസിബിൾ, പ്രകാശപാത എങ്ങനെയാണ് ദൃശ്യമാവുന്നുണ്ടോ ഇല്ല. അതേസമയം സസ്പെൻഷന്റെ കേസിൽ എങ്ങനെയാണ് പാത്ത് ഓഫ് ലൈറ്റ് ബീം ഈസ് വിസിബിൾ, പ്രകാശപാത എങ്ങനെയാണ് വിസിബിൾ ആണ്. ക്ലിയർ ആയല്ലോ. ഇനി കീപ്പിംഗ് ഇറ്റ് അൺഡിസ്റ്റർബ്ഡ്, അതായത് അനക്കാതെ വെക്കുവാണെന്ന് വിചാരിച്ചു. അനക്കാതെ വെക്കുവാണെന്ന് എങ്ങനെയാണ് ട്രൂ സൊല്യൂഷന്റെ കേസിൽ എങ്ങനെയാണ് ഘടകങ്ങൾ അടിയുന്നുണ്ടോ ഇല്ല, ഘടകങ്ങൾ അവിടെ അടിയുന്നില്ല, പാർട്ടിക്കിൾസ് ഡു നോട്ട് സെറ്റിൽ ഡൗൺ. അതേസമയം സസ്പെൻഷന്റെ കേസിൽ എങ്ങനെയാണ് പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ, പാർട്ടിക്കിൾസ് അവിടെ അല്ലെങ്കിൽ ഘടകങ്ങൾ അവിടെ അടിയുന്നു. മനസ്സിലായല്ലോ. അപ്പം ട്രൂ സൊല്യൂഷൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് പഠിക്കുക കേട്ടോ. അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ട്രൂ സൊല്യൂഷനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സവിശേഷതകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ എഴുതാം. സസ്പെൻഷൻ്റെയും കേസിൽ നമുക്ക് എഴുതാം. ക്ലിയർ ആയല്ലോ. അപ്പം നമ്മളിങ്ങനെ ഈ ടേബിളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഈ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ കണ്ടു ഇല്ലേ. അതായത് ട്രൂ സൊല്യൂഷൻ്റെ കേസിലാണെങ്കിലും സസ്പെൻഷൻ്റെ കേസിലാണെങ്കിലും വ്യത്യാസങ്ങൾ കണ്ടു. അപ്പോൾ ഈ വ്യത്യാസങ്ങളുടെ കാരണം എന്തായിരിക്കും? പാത്ത് വിസിബിൾ ആണെന്ന് പറഞ്ഞു, പാത്ത് വിസിബിൾ അല്ല എന്ന് പറഞ്ഞു, ഫിൽട്രേറ്റ് ചെയ്യാൻ സാധിക്കും, ഫിൽട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അങ്ങനെയുള്ള വ്യത്യാസം വരാൻ കാരണം എന്തായിരിക്കും? അവിടെ എന്താണ് നമ്മൾ ആഡ് ചെയ്ത സൊല്യൂട്ട് ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് ഷുഗർ സൊല്യൂഷൻ്റെ കേസിലാണെങ്കിൽ സൊല്യൂട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ്? ലീനം എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ്? ഷുഗറാണ്. ആ ഷുഗർ ഉണ്ട്, ഷുഗറിൻ്റെ എന്താണ് കണികൾ, ആ കണികൾ ഇവിടെ ലയിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കണികളിലുള്ള വ്യത്യാസം അനുസരിച്ചിട്ടാണ് ആ നിരീക്ഷണത്തിലും എന്താണ് വ്യത്യാസം വരാൻ കാരണം. മനസ്സിലായി? ലീനം, നമ്മളൊരു വസ്തുവിലേക്ക് അല്ലെങ്കിൽ നമ്മളൊരു സോൾവെന്റിലേക്ക് ലീനം ഇട്ടു, ആ ലീനത്തിന്റെ കണികളുടെ വലിപ്പ വ്യത്യാസം അല്ലെ, ലീനത്തിന്റെ കണികളുടെ വലിപ്പ വ്യത്യാസമാണ് ഇവിടെ കാണുന്ന ഈ ഡിഫറൻസിന് കാരണം. നമുക്കറിയാം ട്രൂ സൊല്യൂഷൻ അല്ലെങ്കിൽ യഥാർത്ഥ ലായനിയിൽ എങ്ങനെയാണ് ലീനങ്ങളുടെ വലിപ്പം തീരെ കുറവാണ്. ഇപ്പൊ ട്രൂ സൊല്യൂഷന്റെ കേസിൽ എങ്ങനെയാണ് ഷുഗർ എന്നാണ് ലയിച്ചു ചേർന്നു, അതിന്റെ കണികളെ നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. ലയിച്ചു ചേർന്നു അതിന്റെ കണികളെ നമുക്ക് നമ്മുടെ നേക്കഡായി അല്ലെങ്കിൽ നഗ്നനേത്രം കൊണ്ട് നോക്കിയാൽ കാണാൻ സാധിക്കുന്നില്ല. മനസ്സിലായോ? വളരെ ചെറിയ കണങ്ങളാണ്, നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ആ ചെറിയ കണങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് പ്രകാശത്തെ സ്കാറ്റർ ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായില്ല? ചെറിയ കണങ്ങളായതുകൊണ്ട് തന്നെ പ്രകാശത്തെ അത് വിസരിപ്പിക്കുന്നില്ല. മനസ്സിലാകുന്നില്ല? അത് സ്കാറ്റർ ചെയ്യുന്നില്ല. ക്ലിയർ ആയല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രത്യേകതകളുണ്ട്. ആ ലീനം അല്ലെങ്കിൽ സൊല്യൂട്ടിൻ്റെ പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അത് അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ സസ്പെൻഷൻ്റെ കേസിലാണെങ്കിൽ എന്താണ് വരുന്നത്? ആ സസ്പെൻഷനുകളിൽ ലീനം അല്ലെങ്കിൽ സൊല്യൂട്ടിനെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കും. അവയെങ്ങനെയാണ് പ്രകാശത്തെ സ്കാറ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് അടിയുന്നുണ്ടല്ലോ, ഗുരുത്വാകർഷണം മൂലം അത് അടിയുന്നുണ്ട്. അതുപോലെ നമുക്ക് അരിച്ചെടുക്കാനും സാധിക്കും. അതിന് കാരണം എന്താണ്? ആ ലീനത്തിൻ്റെ വലിപ്പത്തിലുള്ള വ്യത്യാസം അല്ലേ. ചോക്കുപൊടി എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ വലിപ്പത്തിലുള്ള വ്യത്യാസം, ആ വ്യത്യാസം കാരണമാണ് നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ സവിശേഷതകളെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ട്രൂ സൊല്യൂഷൻ അല്ലെങ്കിൽ എന്താണ്? യഥാർത്ഥ ലായനി കേട്ടോ. യഥാർത്ഥ ലായനിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഹോമോജീനിയസ് മിക്സ്ചറാണ്, ഏകാത്മക മിശ്രിതമാണ്, എക്സ്ട്രീംലി സ്മോൾ സൈസ് ആണ് കേട്ടോ. ഇവിടെ ട്രൂ സൊല്യൂഷൻ്റെ കേസ് വരുമ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ചെറിയ സൈസാണ്, ലെസ് ദാൻ 1 നാനോമീറ്റർ.
1 നാനോമീറ്റർ എന്ന് വെച്ചാൽ 10⁻⁻⁹ മീറ്റർ ആണ് കേട്ടോ, അത്രയും ചെറുതാണ് കേട്ടോ. അപ്പം അതിനേക്കാളും ചെറിയതാണ് ട്രൂ സൊല്യൂഷൻ്റെ കേസിൽ ലീനത്തിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പാർട്ടിക്കിൾസ് ആർ നോട്ട് വിസിബിൾ ടു ദി നേക്കഡ് ഐ, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ പാർട്ടിക്കിൾസ് ഡു നോട്ട് സെറ്റിൽ ഡൗൺ കേട്ടോ, നമ്മൾ പാർട്ടിക്കിൾസിന് നമ്മൾ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഘടകങ്ങൾ അവിടെ അടിയുന്നില്ല. കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ, ഘടകങ്ങളെ അരിച്ചു വേർതിരിക്കാൻ കഴിയില്ല. മനസ്സിലായല്ലോ. കനോട്ട് സ്കാറ്റർ എ ബീം ഓഫ് ലൈറ്റ്, പ്രകാശത്തെ വിസരിപ്പിക്കാൻ കഴിവില്ല. അപ്പം ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെയുള്ള സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രൂ സൊല്യൂഷൻ അല്ലെങ്കിൽ യഥാർത്ഥ ലായനി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ല. നമ്മൾ ആദ്യം ഒരു 3 പ്രത്യേകതകൾ പറഞ്ഞായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് എന്താണ്, ലീനകണങ്ങളുടെ വലിപ്പം തീരെ കുറവാണെന്ന് പറഞ്ഞു ഇല്ല. അതുപോലെ തന്നെ എന്താണ്, ഏകാത്മക മിശ്രിതമാണ്. ക്ലിയർ ആയല്ല. അപ്പം ട്രൂ സൊല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകതകൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതാം. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ നമുക്ക് സസ്പെൻഷൻ അല്ലേ, സസ്പെൻഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സസ്പെൻഷൻ ഒരു ഹെട്രോജീനിയസ് മിക്സ്ചറാണ്, ഭിന്നാത്മക മിശ്രിതമാണ് അല്ലേ. ഇനി ലാർജർ പാർട്ടിക്കിൾസ്, അതായത് കണികാവലിപ്പം ലായനിയുടേതിനേക്കാൾ കൂടുതലായിരിക്കും. കണികാവലിപ്പം എങ്ങനെയാണ്, കൂടുതലായിരിക്കും. ഗ്രേറ്റർ ദാൻ 1000 നാനോമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, അതായത് കൂടുതലായിരിക്കും. ഇനി പാർട്ടിക്കിൾസ് ആർ വിസിബിൾ ടു ദ നേക്കഡ് ഐ, ഘടകങ്ങളെ നമുക്ക് എങ്ങനെയാണ്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ. ദേ ഗ്രാജുവലി സെറ്റിൽ ഡൗൺ ഡ്യൂ ടു ഗ്രാവിറ്റി, ഗുരുത്വാകർഷണം കാരണം കണങ്ങൾ എങ്ങനെയാണ്, ക്രമേണ അവിടെ അടിയുന്നുണ്ട് അല്ലേ. ദെൻ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ, ഇവയെ നമുക്ക് എങ്ങനെയാണ്, അരിച്ചെടുക്കാൻ കഴിയും. പിന്നെന്താണ്, ദേ സ്കാറ്റർ ലൈറ്റ്, പ്രകാശത്തെ വിസരിപ്പിക്കുന്നു. ഇത്രയും പ്രത്യേകതകളാണ് എന്തിനുള്ളത്, സസ്പെൻഷനുള്ളത്. ക്ലിയർ ആയല്ലോ. അപ്പം എന്താണ് സസ്പെൻഷൻ, എന്താണ് ട്രൂ സൊല്യൂഷൻ, ഇത്രയും പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ ട്രൂ സൊല്യൂഷൻ, അതുപോലെ തന്നെ ട്രൂ സൊല്യൂഷൻ്റെ പ്രത്യേകതകൾ മനസ്സിലായി, യഥാർത്ഥ ലായനി, അതുപോലെ തന്നെ സസ്പെൻഷൻ ഇല്ലേ, സസ്പെൻഷൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സസ്പെൻഷൻ അല്ലെങ്കിൽ ട്രൂ സൊല്യൂഷൻ ഇവ രണ്ടിലും പെടാത്ത ഒരു മിശ്രിതമുണ്ട്. മനസ്സിലായല്ലോ. അങ്ങനെ രണ്ടിലും പെടാത്ത ഒരു മിശ്രിതമുണ്ട്. അങ്ങനെയുള്ള മിശ്രിതത്തിന് നമ്മൾ പറയുന്ന പേരാണ് കൊളോയിഡ്സ് എന്ന് പറയും, കൊളോയിഡ്സ്. അപ്പം നമ്മൾ ട്രൂ സൊല്യൂഷൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞല്ലോ, ലൈറ്റിനെ എന്താണ്, സ്കാറ്റർ ചെയ്യുന്നില്ല, പ്രകാശപാത നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, അടിയുന്നില്ല, അങ്ങനെ കുറേ പ്രത്യേകതകൾ പറഞ്ഞു. അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ പ്രത്യേകതകളും നമ്മൾ പറഞ്ഞു, ലൈറ്റിനെ സ്കാറ്റർ ചെയ്യിക്കുന്നുണ്ട്, കണികളുടെ വലിപ്പം കൂടുതലാണ്, അതുപോലെ തന്നെ എന്താണ്, അവിടെ അരിച്ചെടുക്കാൻ കഴിയും, നേത്രങ്ങളിൽ കാണാൻ കഴിയുന്ന കുറേ പ്രത്യേകതകളൊക്കെ നമ്മൾ പറഞ്ഞു. അതാണ് സസ്പെൻഷൻ എന്ന് പറഞ്ഞത്. ഇത് രണ്ടിലും പെടാത്ത മിശ്രിതങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഈ കൊളോയിഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കൊളോയിഡിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ മിൽക്ക്, പാലെന്ന് പറയുന്നത് കേട്ടോ. മിൽക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, കൊളോയിഡിന് എക്സാമ്പിളാണ്. അപ്പോൾ എന്താണ് കൊളോയിഡ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തില്ലായിരുന്നു, എക്സ്പെരിമെൻ്റ് ചെയ്തില്ലായിരുന്നോ, വെള്ളവും എന്താണ് ചോക്കുപൊടി അല്ലെങ്കിൽ ഷുഗറുമായിട്ട് മിക്സ് ചെയ്ത്, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പാലും എന്താണ് വെള്ളവുമായിട്ട് ഇവിടെ മിക്സ് ചെയ്യുവാണ് കേട്ടോ. പാലും വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം അവിടെ എങ്ങനെയാണ് പാർട്ടിക്കിൾസിന് നമുക്ക് കാണാൻ സാധിക്കുമോ? പാർട്ടിക്കിൾസിന് നമുക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പാലും വെള്ളം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിന് നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ നമ്മൾ അരിക്കുവാണ്. അരിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും അവശിഷ്ടം അവിടെ ഉണ്ടായിരിക്കുമോ? അരിച്ച പാലും വെള്ളവും ചേർന്ന് മിശ്രിതത്തിൽ നമ്മൾ അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും റെസിഡ്യൂ അവിടെ മിച്ചം എന്തെങ്കിലും കാണുമോ? ഇല്ല. ഇനി ലൈറ്റ്, ഈ പാലും വെള്ളവും ചേർന്ന മിശ്രിതത്തിലേക്ക് നമ്മൾ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പാത്ത് പക്ഷേ നമുക്കവിടെ കാണാൻ സാധിക്കും. മനസ്സിലായല്ലോ പറഞ്ഞത്. ഇതിനെ നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കണികളിലെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല ഇല്ലേ. അത് നമ്മൾ കണികളിലെ നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കുന്നില്ലാത്തെങ്കിൽ അതാണ് ട്രൂ സൊല്യൂഷനാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അരിച്ചെടുക്കാനും കഴിയുന്നില്ല ഇല്ല, അരിച്ചെടുക്കാനും കഴിയുന്നില്ലെങ്കിൽ എന്താണ്, ട്രൂ സൊല്യൂഷനാണ്. പക്ഷേ ഇവിടെ നോക്കിയേ, നമ്മൾ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പാത കാണാൻ സാധിക്കും. ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ പാത കാണാൻ സാധിക്കുന്ന ഏതാണ്, സസ്പെൻഷനാണെന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ. അപ്പം എന്താണ് ട്രൂ സൊല്യൂഷൻ അല്ലേ, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ട്രൂ സൊല്യൂഷൻ ആണെന്ന് പറയാൻ സാധിക്കില്ല, കംപ്ലീറ്റ് ആയിട്ട് സസ്പെൻഷൻ ആണെന്ന് പറയാൻ സാധിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന മിശ്രിതങ്ങളാണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊളോയിഡുകൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ അതേ നോക്കി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നുണ്ടോ. പാർട്ടിക്കിൾസ് ക്യാൻ ബി സീൻ വിത്ത് ദ നേക്കഡ് ഐ, കണങ്ങളെ നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയുമോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ? ഇല്ല ഇല്ലേ, കണങ്ങളെ നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല ഇല്ലേ. ഇനി പാത്ത് ഓഫ് ദ ലൈറ്റ് ബീം ക്യാൻ ബി സീൻ, പ്രകാശത്തിന്റെ പാത ദൃശ്യമാണ് ഇല്ലേ, അത് കാണാനല്ല, പ്രകാശത്തിന്റെ പാത നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പാർട്ടിക്കിൾസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ, കണങ്ങളെ അരിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല അല്ലേ, ഇവിടെ കണങ്ങളെ അരിച്ചെടുക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞു, അപ്പോൾ അത് തെറ്റാണ്. മനസ്സിലായല്ലോ. അപ്പം പ്രകാശത്തിന്റെ പാത വിസിബിൾ ആണ് അല്ലെ, കണങ്ങളെ അരിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്കറിയാം സസ്പെൻഷനാണ്. അതുപോലെ തന്നെ നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയുവാണെങ്കിൽ സസ്പെൻഷനാണ് അല്ലേ. അപ്പം നമുക്ക് പക്ഷെ
മനസ്സിലായല്ലോ. ഇവിടെ നിന്നാണ് കണങ്ങളെ അയച്ചെടുക്കാൻ കഴിയുന്നില്ല, അപ്പോൾ നമുക്ക് പറയാം ട്രൂ സൊല്യൂഷനാന്ന് പറയാം. അതുപോലെ തന്നെ നമുക്കറിയാം എന്താണ് കണങ്ങളെ നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്നും പറയാം, അപ്പോൾ ട്രൂ സൊല്യൂഷനാന്ന് പറയാം. പക്ഷേ എന്താണ് അത് പ്രകാശത്തിൻ്റെ പാത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അതുകൊണ്ട് ട്രൂ സൊല്യൂഷനാന്ന് പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്താണ് ഈ ട്രൂ സൊല്യൂഷൻ അല്ലേ, ട്രൂ സൊല്യൂഷൻ്റെയും അതുപോലെ തന്നെ സസ്പെൻഷൻ്റെയും ഇടയിലുള്ള മിശ്രിതങ്ങളെ നമുക്ക് എന്ത് പറയാം, കൊളോയിഡ്സ് എന്ന് പറയാം കേട്ടോ, കൊളോയിഡ്സ്. ക്ലിയർ ആയല്ലോ. അപ്പം ലായനികളിലുള്ളതുപോലെ എങ്ങനെയാണ് കണങ്ങളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല, സസ്പെൻഷനിലുള്ള പോലെ അടിയുന്നുമില്ല. പക്ഷേ പ്രകാശത്തെ കടത്തിവിട്ടാൽ എന്താണ് പാത അവിടെ ദൃശ്യമാകും. ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ് ട്രൂ സൊല്യൂഷനാണ് യഥാർത്ഥ ലായനി. ആ യഥാർത്ഥ ലായനിക്കും സസ്പെൻഷനും ഇടയിലുള്ള ഇത്തരം മിശ്രിതങ്ങളെ നമുക്ക് എന്തു പറയാം, കൊളോയിഡ്സ് എന്ന് പറയാം. യഥാർത്ഥ ലായനി അല്ലെങ്കിൽ സസ്പെൻഷൻ, ട്രൂ സൊല്യൂഷൻ അതുപോലെ തന്നെ സസ്പെൻഷൻ, ഇതിൻ്റെ ഇടയിലുള്ള മിശ്രിതങ്ങളാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, കൊളോയിഡുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൊളോയിഡിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണ്, മിൽക്ക് അല്ലേ, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. മിൽക്ക് എന്താണ്, ഒരു കൊളോയിഡുകളാണ്. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, we cannot see the particles in it with the naked eye as in solution. They also do not settle down as in suspension, but on passing an intense beam of light, the path of beam is visible. Clear ആയല്ലോ. Colloidal mixtures are intermediate between solutions and suspension. Hence, we can understand that milk is a colloid. ലായനികൾ എന്ന പോലെ ഇവയിലെ കണങ്ങളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. സസ്പെൻഷനുകളിലെ പോലെ എങ്ങനെയാണ് അടിയുകയുമില്ല. പ്രകാശബീം കടത്തിവിട്ടാൽ പാത എങ്ങനെയാണ് ദൃശ്യമാവും. അങ്ങനെ ലായനികൾക്കും സസ്പെൻഷനുകൾക്കും ഇടയിലുള്ള ഇത്തരം മിശ്രിതമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, കൊളോയിഡുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൊളോയിഡിൻ്റെ ഒരു എക്സാമ്പിൾ ഏതാണ്, പാല്. മിൽക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, കൊളോയിഡാണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ കൊളോയിഡിൻ്റെ പ്രത്യേകത നമുക്കൊന്ന് ടാബുലേറ്റ് ചെയ്ത് എഴുതാമല്ലോ. നമുക്കിതിങ്ങനെ പറയാം, വെൻ കെപ്റ്റ് അൺഡിസ്റ്റർബ്ഡ് പാർട്ടിക്കിൾസ് ഡു നോട്ട് സെറ്റിൽ ഡൗൺ. കണങ്ങൾ എങ്ങനെയാണ് അടിയുന്നില്ല ഇല്ല, കണങ്ങളെ റെസ്റ്റ് ചെയ്ത് വെച്ചാൽ അതാണ് അടിയുന്നില്ല എന്ന് പറയാം. പാർട്ടിക്കിൾസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ ഇല്ല, കണങ്ങളെ അരിച്ചു മാറ്റാൻ നമുക്കവിടെ കഴിയുന്നില്ല. ഇനി ഓൺ പാസിങ് ആൻ ഇന്റൻസ് ബീം ഓഫ് ലൈറ്റ് ഇറ്റ്സ് പാത്ത് ഈസ് വിസിബിൾ. പ്രകാശത്തെ കടത്തിവിട്ടാൽ എങ്ങനെയാണ് പ്രകാശത്തിൻ്റെ പാത നമുക്ക് കാണാൻ സാധിക്കും. ഇനി പാർട്ടിക്കിൾ സൈസ് ഈസ് 1 to 1000 നാനോമീറ്റർ. പാർട്ടിക്കിളിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞിരിക്കുന്നത് 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയിലാണ്. നമ്മുടെ ട്രൂ സൊല്യൂഷൻ്റെ കേസിൽ എന്താണ് പറഞ്ഞത്, ട്രൂ സൊല്യൂഷൻ്റെ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 നാനോമീറ്റർ എന്ന് പറഞ്ഞു. ട്രൂ സൊല്യൂഷൻ്റെ കേസിൽ ലെസ് ദാൻ നാനോമീറ്റർ ആണെന്ന് പറഞ്ഞു. പിന്നെന്താണ് സസ്പെൻഷൻ്റെ കേസിൽ നമ്മൾ എന്താണ് പറഞ്ഞത്, സസ്പെൻഷൻ്റെ കേസിൽ 1000-നേക്കാളും കൂടുതലാണ്, 1000 നാനോമീറ്റർ അല്ലേ, 1000 നാനോമീറ്ററിനേക്കാളും കൂടുതലാണെന്ന് പറഞ്ഞു. ഇത് 1 നാനോമീറ്റർ. അപ്പോൾ അതിൻ്റെ ഇടയിലായിരിക്കും എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ കൊളോയിഡുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, കൊളോയിഡുകൾ വലിപ്പം. ക്ലിയർ ആയല്ലോ. അപ്പോൾ കൊളോയിഡുകളുടെ പ്രത്യേകത മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ട്രൂ സൊല്യൂഷൻ പഠിച്ചു, സസ്പെൻഷൻ പഠിച്ചു, അതിൻ്റെ ഇടയിലുള്ള കാറ്റഗറിയിൽ വരുന്ന സൊല്യൂഷൻസ് അല്ലെങ്കിൽ മിശ്രിതങ്ങളാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, കൊളോയിഡുകൾ. നമുക്കൊരു കമ്പാരിസൺ നടക്കാം. ട്രൂ സൊല്യൂഷനും സസ്പെൻഷനും കൊളോയിഡുകളും തമ്മിൽ നമുക്കൊരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വെൻ കെപ്റ്റ് അൺഡിസ്റ്റർബ്ഡ് പാർട്ടിക്കിൾസ് ഡു നോട്ട് സെറ്റിൽ ഡൗൺ അല്ലേ, അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് സെറ്റിൽ ഡൗൺ ആവുന്നില്ല. സസ്പെൻഷൻ്റെ കേസിലോ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് സെറ്റിൽ ഡൗൺ അല്ലേ, പാർട്ടിക്കിൾസോടെ അടിയും. വെൻ കെപ്റ്റ് അൺഡിസ്റ്റർബ്ഡ് പാർട്ടിക്കിൾസ് ഡു നോട്ട് സെറ്റിൽ ഡൗൺ. കൊളോയിഡിൻ്റെ കേസിൽ എങ്ങനെയാണ്, അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത് അടിയുന്നില്ല. ഇനി ട്രൂ സൊല്യൂഷൻ്റെ കേസിൽ പാർട്ടിക്കിൾസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ അല്ലേ, ഫിൽട്രേഷൻ വഴി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. സസ്പെൻഷൻ എങ്ങനെയാണ്, ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ ആണ്. കൊളോയിഡുകൾ എങ്ങനെയാണ്, കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. ക്ലിയർ ആയല്ലോ. ഇനി ഓൺ പാസിങ് ആൻ ഇന്റൻസ് ബീം ഓഫ് ലൈറ്റ് ദ പാത്ത് ഓഫ് ദ ലൈറ്റ് ബീം ഈസ് നോട്ട് വിസിബിൾ. ട്രൂ സൊല്യൂഷൻ്റെ കേസിൽ പക്ഷേ ഇവിടെ എങ്ങനെയാണ്, പാത്ത് ഓഫ് ലൈറ്റ് ബീം ഈസ് വിസിബിൾ ആണ്. ഇവിടെ എങ്ങനെയാണ്, പാത്ത് ഓഫ് ലൈറ്റ് ബീം ഈസ് വിസിബിൾ ആണ്. പാർട്ടിക്കിൾ സൈസ് ഈസ് 0.1 to 1 നാനോമീറ്റർ. പാർട്ടിക്കിൾ സൈസ് എന്ന് വെച്ചാൽ 1 നാനോമീറ്ററിനേക്കാളും കുറവായിരിക്കും. അത് 0.1 തൊട്ട് 1 നാനോമീറ്റർ വരെ ആയിരിക്കും അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. സസ്പെൻഷൻ്റെ കേസിലോ പാർട്ടിക്കിൾ സൈസ് ഈസ് മോർ ദാൻ 1000 നാനോമീറ്റർ. 1000 നാനോമീറ്ററിനേക്കാളും കൂടുതലായിരിക്കും. ഇവിടെ എങ്ങനെയാണ്, കൊളോയിഡിൻ്റെ കേസിൽ പാർട്ടിക്കിൾ സൈസ് എങ്ങനെയാണ്, 1 to 1000 നാനോമീറ്റർ. ക്ലിയർ ആയല്ലോ. അപ്പം നമുക്ക് പ്രത്യേകതകൾ നിങ്ങളിങ്ങനെ ടാബുലേറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇതാ മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് വേണ്ടി ഉണ്ട് കേട്ടോ. നോക്കി മനസ്സിലാക്കി എഴുതുക കേട്ടോ. യഥാർത്ഥ ലായനിയിൽ കണങ്ങൾ അടിയുന്നില്ല, കണങ്ങളെ അരിച്ചു മാറ്റാൻ കഴിയുന്നില്ല, പ്രകാശത്തെ കടത്തിവിടുന്നു, പ്രകാശപാത ദൃശ്യമല്ല, കണികയുടെ വലിപ്പവും പറഞ്ഞിട്ടുണ്ട്. സസ്പെൻഷൻ്റെ കേസിൽ എങ്ങനെയാണ്, കണങ്ങൾ അടിയുന്നുണ്ട്, കണങ്ങളെ അരിച്ചു മാറ്റാൻ കഴിയും, പ്രകാശത്തെ വിസരിപ്പിക്കുന്നു, കണികളുടെ വലിപ്പവും.
കൊളോയിഡ് എങ്ങനെയാണ്? കണികളോട് അടിയുന്നില്ല, അരിച്ചു മാറ്റാൻ കഴിയുന്നില്ല, പക്ഷേ പ്രകാശത്തെ കടത്തിവിടുന്നുണ്ട്. വലിപ്പം എങ്ങനെയാണ്? 1 to 1000 നാനോമീറ്റർ ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിക്കട്ടെ. കമ്പയർ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. എക്സാമ്പിൾസ് നോക്കുക. ട്രൂ സൊല്യൂഷൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷുഗർ സൊല്യൂഷൻ പറയാം കേട്ടോ. ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ എന്താണ് സോൾട്ട് സൊല്യൂഷൻ കേട്ടോ. ഷുഗർ സൊല്യൂഷനെ സോൾട്ട് സൊല്യൂഷനൊക്കെ എക്സാമ്പിളാണ്. സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ് മഡി വാട്ടർ ഇല്ല, മഡി വാട്ടർ ഉണ്ട്, പെയിൻറ്റ് കേട്ടോ. മഡി വാട്ടർ, പെയിൻറ്റ് അതൊക്കെ പറയാം. കൊളോയിഡിന് ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണ്? മിൽക്ക്. ക്ലിയർ ആയല്ലോ? അപ്പോൾ കൊളോയിഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാമേ. ഒരു ബീക്കർ എടുത്തിരിക്കുകയാണ്. ബീക്കറിലേക്ക് ഇത് പറഞ്ഞിട്ടുണ്ട് 50 ml ജലം എടുത്തിട്ട് അതിലേക്ക് 2 ഗ്രാം സോഡിയം തയോസൾഫേറ്റ് ലായനി ചേർത്ത്. ലായനി ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വെള്ളം എടുത്തു, 50 ml വെള്ളം എടുത്തിട്ട് 2 ഗ്രാം സോഡിയം തയോസൾഫേറ്റ് ആഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് സൊല്യൂഷനായി. അപ്പോൾ അതിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ അതിലേക്ക് നമ്മളൊരു നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് കുറച്ച് നമ്മൾ ആഡ് ചെയ്തു. മനസ്സിലായല്ലോ? 2-3 തുള്ളി നേർപ്പിച്ച HCl അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുവാന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം നിരീക്ഷിച്ച് കഴിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് അതിൽ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ടോർച്ച് ലൈറ്റ് അടിച്ച് നോക്കണം. ടോർച്ച് ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു പ്രകാശത്തിൻ്റെ പാത. അതിന് നമ്മൾ HCl ആഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രകാശത്തിൻ്റെ പാതയൊന്നും കാണാൻ സാധിക്കില്ല. ആ സമയം HCl ആഡ് ചെയ്തിട്ട് നമ്മൾ ടോർച്ച് ലൈറ്റ് അടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എന്താണ് പ്രകാശത്തിൻ്റെ പാത പതിയെ പതിയെ വിസിബിളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായല്ലേ? അതിന് കാരണം എന്താണ്? നമ്മൾ സോഡിയം തയോസൾഫേറ്റ് ലായനി ഉണ്ടാക്കി, അതിലേക്ക് HCl ആഡ് ചെയ്തപ്പോൾ എന്താണ് സൾഫർ അവിടെ പ്രസിപ്പിറ്റേറ്റ് ആവുന്നുണ്ട്. സൾഫർ അവിടെ വേർതിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സൾഫർ അപ്പോൾ കൂടുതൽ സമയം ഇരിക്കും തോറും എന്താണ് സൾഫറിൻ്റെ കണികളുടെ വലിപ്പം അവിടെ കൂടും. എന്നിട്ട് അത് അവസാനം എന്തായിട്ട് ഒരു സസ്പെൻഷനായിട്ട് അടിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് മനസ്സിലായല്ലോ. അപ്പോൾ HCl ആഡ് ചെയ്തപ്പോൾ എന്തായിട്ട് മാറുന്നുണ്ട്? ഒരു സൾഫർ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. സൾഫറിൻ്റെ കണികളുടെ വലിപ്പം കേട്ടോ, വലിപ്പം കൂടുന്നതനുസരിച്ച് നമുക്ക് പ്രകാശത്തിൻ്റെ പാത നമുക്ക് നല്ലോണം വിസിബിളായിട്ട് കാണാനും സാധിക്കും. അതുപോലെ തന്നെ അതെന്തായിട്ട് മാറും? വലിപ്പം വർദ്ധിച്ചിട്ട് അവസാനം സസ്പെൻഷനായിട്ട് നമുക്ക് അവിടെ എന്താണ് അടിയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ കൊളോയിഡായിട്ട് ഇത് മാറുന്നുണ്ട് അല്ലേ? കൊളോയിഡായിട്ട് മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ കൊളോയിഡൽ കണികളുടെ തട്ടിൽ പ്രകാശം വിസരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രകാശം വിസരിച്ചിട്ടാണ് നമുക്ക് ആ പാത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതിഭാസത്തിന് നമ്മളൊരു പേര് പറയും. ദാറ്റ് ഈസ് എ ടിൻഡൽ എഫക്റ്റ് എന്ന് പറയും കേട്ടോ. ടിൻഡൽ പ്രഭാവം എന്നൊക്കെ പറയും കേട്ടോ. ഇപ്പോൾ അതിന് ഡെയിലി ലൈഫിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ എന്തെങ്കിലും ലൈറ്റിൻ്റെ പാത്തുകളൊക്കെ, അതായത് പ്രൊജക്ടറൊക്കെ ഉപയോഗിച്ച് വരുമ്പോൾ ലൈറ്റിൻ്റെ പാത്തൊക്കെ കാണില്ല. അപ്പോൾ ആ പാത്തിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കണികൾ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ സൺലൈറ്റൊക്കെ നമുക്ക് ജനലിൽ കൂടെയൊക്കെ സൺലൈറ്റ് ഇങ്ങനെ വീടിൻ്റെ അകത്തേക്കൊക്കെ വന്ന് വീണ് കഴിയുമ്പോൾ അതിൻ്റെ പാത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല. ആ പാത്തിൻ്റെ അകത്ത് ഒരുപാട് കണികളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഏതാണ്? ടിൻഡൽ എഫക്റ്റാണ്. മനസ്സിലായല്ലോ? ആ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ടിൻഡൽ പ്രഭാവം അല്ലെങ്കിൽ ടിൻഡൽ എഫക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ആ റിയാക്ഷനാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ആസ് എ റിസൾട്ട് ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻ സൾഫർ ഗെറ്റ്സ് precipitate in colloidal form. A path of the light beam is formed. With the passage of time, more and more sulfur particles get separated and the size of the particle increases. Finally, sulfur settles down in the form of suspension. അതായത് രാസപ്രവർത്തന ഫലമായ കൊളോയിഡ് രൂപത്തിലുള്ള സൾഫർ ഉണ്ടാകുന്നു. അത് HCl ആഡ് ചെയ്തപ്പോൾ കൊളോയിഡ് രൂപത്തിലുള്ള സൾഫർ അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പ്രകാശപാത അവിടെ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സമയം ഇരിക്കും തോറും എന്താണ് സൾഫർ കണങ്ങളല്ലേ വേർതിരിഞ്ഞും അതിൻ്റെ കണികളുടെ വലിപ്പം വർദ്ധിക്കും. അവസാനം അതായിട്ട് എന്താണ് മാറുന്നുണ്ട്? സസ്പെൻഷനായിട്ട് അടിയുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ദ ഫിനോമിന ഓഫ് സ്കാറ്ററിംഗ് ഓഫ് എ ബീം ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾ ഈസ് നോൺ ആസ് എ ടിൻഡൽ എഫക്റ്റ്. കൊളോയിഡൽ കണികൾ തട്ടി പ്രകാശം വിസരിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ടിൻഡൽ പ്രഭാവം അല്ലെങ്കിൽ ടിൻഡൽ എഫക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ? കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് എന്താണ് സൾഫർ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇല്ലേ? അപ്പം അവിടെ നിന്നാണ് അത് പിന്നെ ഇരിക്കും തോറും എന്ത് സംഭവിക്കുന്നുണ്ട്? കൂടുതൽ സൾഫർ അവിടെ അടിയും അല്ലേ? കണികളുടെ വലിപ്പം കൂടി കൂടുതൽ സൾഫർ അടിഞ്ഞിട്ട് എന്നിട്ട് അതൊരു സസ്പെൻഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ കൊളോയിഡൽ ഫോമിൽ ഇരിക്കുമ്പോൾ അതിലേക്ക് പ്രകാശം തട്ടി വിസരിക്കുന്നതിന് അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? ടിൻഡൽ എഫക്റ്റ് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഡെയിലി ലൈഫിൽ അത് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞോട്ടെ. സൺലൈറ്റ് ഫിൽറ്ററിങ് ത്രൂ ട്രീസ് കണ്ടല്ലേ? ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ എയർ സ്കാറ്റേഴ്സ് സൺലൈറ്റ് മേക്കിംഗ് ദ ബീംസ് വിസിബിൾ. ഞാൻ പറഞ്ഞില്ലേ സൺലൈറ്റ് നമ്മുടെ ജനലിൽ കൂടെ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ. ഫോഗി മോർണിംഗ്സിൽ ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻ ദ ഫോഗ് സ്കാറ്റർ സൺലൈറ്റ് ക്രിയേറ്റിംഗ് ഹേസി അപ്പിയറൻസ്. പിന്നെ സൺബീംസ് ത്രൂ ക്ലൗഡ്സ് ദ ലൈറ്റ് സ്കാറ്റേഴ്സ് ഓഫ് ടൈനി വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻ ദ ക്ലൗഡ്സ്
ക്രിയേറ്റിംഗ് എ വിസിബിൾ പാത്ത്. കാർ ഹെഡ്ലൈറ്റ്സ് ഇൻ ഫോഗ് ഉണ്ടല്ലോ, കാറിൻ്റെ ഹെഡ്ലൈറ്റ് ഒക്കെ ഫോഗിലുള്ള സമയം മഞ്ഞ് മൂടി കിടക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ എന്താണ് മൂടൽ മഞ്ഞൊക്കെ സമയത്തൊക്കെ ആ കാറിൻ്റെ ഹെഡ്ലൈറ്റിൽ കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ പാത്ത് വിസിബിളായിട്ട് കാണാൻ സാധിക്കും. സ്മോക്ക് ഫ്രം എ ക്യാമ്പ് ഫയർ, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിൽ കേട്ടോ, സിനിമാ തിയേറ്ററിലും സ്മാർട്ട് ക്ലാസ് റൂമുകളിലെ പ്രൊജക്ടറിലൂടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായുവിൽ പൊടിപടലങ്ങൾ ഉയർന്നാൽ പ്രകാശത്തിന്റെ പാത നമുക്ക് ദൃശ്യമായിട്ട് കാണാം. അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, അന്തരീക്ഷത്തിലും ഒരുപാട് പൊടി പടലങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നേരിയ ചാറ്റൽ മഴ ഉള്ളപ്പോൾ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് പ്രകാശപാതയൊക്കെ ദൃശ്യമാക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ എന്താണ് നിത്യജീവിതത്തിൽ നമുക്ക് ഡെയിലി ലൈഫിൽ കാണപ്പെടുന്ന ടിൻഡൽ എഫക്റ്റുകളാണ് കേട്ടോ. അപ്പം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് ട്രൂ സൊല്യൂഷൻ എന്താണ്, യഥാർത്ഥ ലായനി, അതുപോലെ തന്നെ സസ്പെൻഷൻ, അതുപോലെ തന്നെ കൊളോയിഡ്സുകളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി, അതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കി, അതുപോലെ തന്നെ എന്താണ് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പിന്നെ ടിൻഡൽ എഫക്റ്റ് അല്ലേ, ടിൻഡൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്, കൊളോയിഡ് ഫോമിലാവുന്നുണ്ട്. അപ്പോൾ അതിൽ തട്ടി പ്രകാശം സ്കാറ്റർ ചെയ്ത് പോവുകയാണ്, അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ പാത അവിടെ നമുക്ക് വിസിബിളായിട്ട് കാണാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ ടിൻഡൽ എഫക്റ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രൂ സൊല്യൂഷൻ, അതുപോലെ തന്നെ സസ്പെൻഷൻ, അതുപോലെ തന്നെ കൊളോയിഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റും എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. പഠിക്കുന്നത് പറയുമ്പോൾ നിങ്ങൾ എഴുതി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ. കഴിവതും എഴുതിയൊക്കെ പഠിക്കുക. പോയിന്റ്സുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പോയിന്റ്സുകളായിട്ട് ഇങ്ങനെ പോയിന്റ്സുകളായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവരും നല്ലോണം പഠിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ബാക്കി പോർഷൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.